Hi friends, welcome back to my YouTube channel SK YouTube Tips and Tricks. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഉപകാരപ്രദമായ യൂട്യൂബിന്റെ ഒരു പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയാനാണ്. അതും നമ്മുടെ YT സ്റ്റുഡിയോയുടെ അകത്ത് തന്നെ. നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനുശേഷം ആ രീതിയിൽ ഞാൻ പറയുന്ന ആ രീതിയിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. ഞാൻ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ആ കീവേഡ്സ് ഉപയോഗിക്കുക. നിങ്ങളെ വീഡിയോ കണ്ടന്റ് നിങ്ങൾ ഏതായിരുന്നാലും കുക്കിംഗ് ആയിരുന്നാലും ശരി, ഏതായിരുന്നാലും ആ രീതിയിലുള്ള വീഡിയോസും യൂട്യൂബ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ റീസെന്റ് റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ്, മോസ്റ്റ് പോപ്പുലർ വീഡിയോ ഈ രീതിയിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 10-15 വീഡിയോ ഓരോന്നിനെ കുറിച്ച് ഓരോ കണ്ടന്റിനെ കുറിച്ചും ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആ രീതിയിലുള്ള കണ്ടന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഏതായിരുന്നാലും നിങ്ങളുടെ ചാനൽ നല്ല റീച്ചിൽ പോകും. യാതൊരു സംശയവും വേണ്ട. ഇത് യൂട്യൂബ് തന്നെ സ്വയമേ നമ്മളോട് പറഞ്ഞു തരികയാണ് ഈ രീതിയിൽ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ സ്ക്രീനിലിട്ട് പോയാലോ. ആദ്യമായിട്ട് നമ്മള് യൂട്യൂബിന്റെ സ്റ്റുഡിയോ, അതായത് ക്രിയേറ്റീവ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യണം. സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ വശത്ത് ഡാഷ്ബോർഡ്, കണ്ടന്റ്, അനാലിറ്റിക്സ്. അപ്പൊ അനാലിറ്റിക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് മുകളിലായിട്ട് ഫസ്റ്റിൽ തന്നെ കണ്ട റിസർച്ച് എന്ന് പറയുന്ന ഒരു കണ്ടോ, റിസർച്ച്. ഈ റിസർച്ചാണ് പുതിയ അപ്ഡേറ്റ്സ്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. റിസർച്ചിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ സ്ക്രീൻ വരുന്നുണ്ട്. കണ്ടോ, എക്സ്പ്ലോർ ടോപ്പിക്സ്. അവർ സെർച്ച് ചെയ്യാണ്. അതിൻ്റെ താഴെ സ്റ്റാർട്ട് വിത്ത് ആൻ എക്സാമ്പിൾ കുറച്ച് കീവേഡൊക്കെ തന്നിട്ടുണ്ട്. അതിലൊന്നും ഇല്ലെങ്കിൽ നമ്മളിവിടെ നമ്മുടെ ഏത് കണ്ടന്റ് ആണോ, നമ്മൾ കുക്കിംഗ് ആണോ, പിന്നെ യൂട്യൂബ് ടിപ്സ് ആണോ, ഏതാണോ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുക. എക്സ്പ്ലോർ ടോപ്പിക്സിൽ നമ്മളൊരു കീവേഡ്, നമ്മൾ ഏതെങ്കിലും ഹൗ ടു ഇൻക്രീസ് വ്യൂവേഴ്സ്, ഈ രീതിയിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പം ആ രീതിയിലുള്ള കുറച്ച് കീവേഡ് അതിൻ്റെ താഴെ ഇതേപോലെ നമുക്ക് കുറച്ച് വീഡിയോ വരും. അപ്പൊ ഞാനിവിടെ ഹൗ ടു ഇൻക്രീസ് വ്യൂസ്. അപ്പൊ ഇവിടെ വന്നോ, ഹൗ ടു ഇൻക്രീസ് വ്യൂസ്. ഇനി നമുക്ക് സെർച്ച് ടൈം വന്നിട്ടുണ്ട്. ഞാൻ അതിലൊന്ന് താത്ത് നോക്കാം. ഹൗ ടു ഇൻക്രീസ് വ്യൂസിൽ നമ്മളൊന്ന് ഇവിടെ സെർച്ച് ബൈ യൂട്യൂബ് വ്യൂവേഴ്സ്. നമ്മുടെ ആഡിയൻസ് അപ്പൊ ഇതിൽ പറയുന്ന നോട്ട് ഇനഫ്. അപ്പൊ ഈ കീവേഡിന് നമ്മൾ ആഡിയൻസ് ഇഷ്ടപ്പെടുന്നില്ല, യൂട്യൂബ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ താഴോട്ട് സെർച്ച് ബൈ യൂട്യൂബ് വ്യൂവേഴ്സ് എന്താണെന്നുള്ള മോസ്റ്റ് പോപ്പുലർ കണ്ടോ, മോസ്റ്റ് പോപ്പുലർ ആയിട്ട് ഹൈ സെർച്ച് വോളിയത്തിൽ മോസ്റ്റ് വ്യൂഡ് വീഡിയോ ഓൺ യൂട്യൂബ്, ഹൗ ടു അപ്ലോഡ് വീഡിയോ ഓൺ യൂട്യൂബ്, അതിൻ്റെ താഴെ സീ മോർ എന്നുണ്ട്. ഈ രീതിയിലുള്ള വീഡിയോസ് നമുക്കിവിടെ വാച്ച് ചെയ്യാം. ഇതുപോലെ എന്താ കണ്ടോ, വാച്ച്ഡ് ബൈ യൂട്യൂബ് വ്യൂവേഴ്സ് 1-2 വീഡിയോ ഉണ്ട്.
അതിന്റെ താഴെ വീണ്ടും സീ മോർ. അപ്പൊ സീ മോറിൽ അടിക്കുമ്പോൾ വീണ്ടും നമുക്ക് വീഡിയോ വരുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മളെ വ്യൂവേഴ്സിനെ ഇൻക്രീസ് ചെയ്യുന്ന ഏത് രീതിയിലുള്ള നോക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും താഴെയുള്ളതാണ് 99% ന്യൂ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞത്. ആ ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ നോക്കാം. അപ്പൊ ഈ രീതിയിലുള്ള ഒരു കീവേഡ്, ഇതിപ്പോ ഹിന്ദിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ ഏകദേശ രീതിയിൽ മലയാളം, അതായത് ന്യൂ യൂട്യൂബേഴ്സ് എന്നുള്ള അത് കഴിഞ്ഞ് ബാക്കി കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് അടിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള സബ്ജക്റ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ടിപ്സ്, അത് എന്നെ പോലുള്ളവർക്ക് കൂടുതൽ വ്യൂവേഴ്സ് കിട്ടും. ഇത് യൂട്യൂബ് നമുക്ക് പറഞ്ഞു തരികയാണ്. ആ ചാനലിൽ നിന്ന് നോക്കുക, ഇതേപോലുള്ള ചാനൽ അതിപ്പോ നല്ല റീച്ചിൽ പോവുകയാണ്. 96K വ്യൂസ് വരെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള ഇത് നമുക്ക് ഞാൻ എക്സാമ്പിൾ കാണിച്ചാണ്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. നിങ്ങളുടെ ഏത് കണ്ടന്റ് ആണ് ആ രീതിയിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീവേഡ് കിട്ടും, അതേപോലെ വീഡിയോയും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് രണ്ട് നമുക്ക് ഇങ്ങനെ നോക്കാം. അതായത് ഇനി നമുക്ക് ഇത് യൂട്യൂബ് ടിപ്സ് സംബന്ധമായിട്ടുള്ള എന്നെ പോലുള്ളവർക്കായി ഞങ്ങൾ വെളിയിൽ വരുന്നു. വെളിയിൽ വന്നതിന് ശേഷം നമുക്ക് ഒരു കുക്കിംഗ് ചാനലാണ് ഫോർ എക്സാമ്പിൾ, അതൊന്ന് അടിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ സെർച്ചിൽ ഇവിടെ നമ്മൾ അടിക്കുകയാണ് കേരള ഫുഡ് എന്നടിച്ചു നോക്കാം. ഇത് ഫോർ ദ എക്സാമ്പിൾ അടിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ സെർച്ച് ടൈം വന്നിട്ടുണ്ട്. ഈ സെർച്ച് ടൈമിൻ്റെ അകത്ത് നമ്മൾ അടിക്കുക. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നോട്ട് ഇനഫ് ഇൻഫോ. അപ്പൊ ഈ സബ്ജക്റ്റിൽ മുകളിൽ നമ്മൾ കൊടുത്ത രീതിയിലില്ല. അപ്പൊ എന്താണ് ഉള്ളതെന്നുള്ള കാണിക്കുന്നുണ്ട്. സെർച്ച്ഡ് ബൈ യൂട്യൂബ് വ്യൂവേഴ്സ് അണ്ട മോസ്റ്റ് പോപ്പുലർ. ഇവിടെ കാണിക്കുന്നുണ്ട് കുക്കിംഗ് വീഡിയോസ് ഇന്ത്യ. അപ്പൊ ഈ രീതിയിലുള്ള ഇന്ത്യയിലെ ആയിട്ടുള്ളതിലും ഹൈ സെർച്ച് വോളിയമാണ്. യൂട്യൂബ് ക്ലിയർ പറയുന്നുണ്ട് ഈ സബ്ജക്റ്റിൽ പോയി കഴിഞ്ഞാൽ ഹൈ സെർച്ച് വോളിയം ഇതിലുള്ള വീഡിയോ ഇട്ട്. അപ്പൊ ആ രീതിയിലുള്ള ഞാൻ കുറച്ച് സെലക്ട് ചെയ്തപ്പോൾ ഈ രീതിയിലുള്ളത് നമുക്കിവിടെ വന്നു കഴിഞ്ഞു. സ്ട്രീറ്റ് ഫുഡുണ്ട്, ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡുണ്ട്, ഫുഡ് റെസിപ്പി ഉണ്ട്, ഇന്ത്യൻ ഫുഡ്, കേരള ഇന്ത്യൻ ഫുഡ് റെസിപ്പി, ഇതേപോലെ ഉള്ളത് വന്നു. അപ്പൊ ഇതിൽ നമ്മൾ ഹൈ സെർച്ച് വോളിയം മാത്രമേ സെലക്ട് ചെയ്യാവൂ. താഴെ വന്നിട്ടുണ്ടെണ്ണം മീഡിയം സെർച്ചാണ്. അപ്പൊ നമുക്ക് മീഡിയം സെർച്ചിൽ വേണ്ട ഹൈ റേഞ്ചിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്കും റീച്ച് കിട്ടും, പുതിയ സബ്സ്ക്രൈബേഴ്സ് കിട്ടും. ഇതാണ് യൂട്യൂബിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ടുള്ളത്. അത് നിങ്ങളും കൃത്യമായിട്ട് ഇത് നിങ്ങളുടെ ചാനലിൽ വന്ന് കാണും. നിങ്ങളത് IT സ്റ്റുഡിയോ പോയി ഓപ്പൺ ചെയ്യുക, അനാലിറ്റിക്സിൽ പോയി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ മുകളിൽ റിസർച്ച് എന്നുള്ളത് വരും. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് വീഡിയോ എടുക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും നിങ്ങൾക്ക് കൂടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വളരെ ഉപകാരപ്രദമായിട്ടുള്ള പുതിയ ഇൻഫർമേറ്റീവ് ഇതേപോലെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വളരെയധികം പ്രയാസങ്ങളും കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ രീതിയിലുള്ള ഇൻഫർമേറ്റീവ് എടുക്കണമെങ്കിൽ വളരെയധികം ഞാൻ സെർച്ച് ചെയ്തതിന് ശേഷം എനിക്ക് പൂർണ്ണമായി ബോധ്യം വന്നതിന് ശേഷം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയുള്ളൂ. അല്ല, ഇത് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യം വരാത്ത ഒരു വിഷയവും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന കള്ളമാണോ ശരിയാണോ. കുക്കിംഗ് ആയിരുന്നാലും കുക്കിങ്ങിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് കണ്ടോ തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ ലഞ്ച് വേജ് കൊമ്പോ റെസിപ്പി, ഇത് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ എടുക്കണമെന്നല്ല. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഏതായിരുന്നാലും ശരി ആ രീതിയിലുള്ള നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കീവേഡ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കീവേഡ് വരുന്നുണ്ട്.
ഇതിൽ ഹൈ സെർച്ച് വോളിയം ഉള്ളത് മാത്രമേ നിങ്ങൾ എടുക്കാവൂ എന്ന് മാത്രം ഞാൻ പറയുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതാണോ എന്ന് മനസ്സിലാക്കുന്നു. എനിക്ക് തീർച്ചയായിട്ടും പൂർണ്ണ ബോധ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കും. വീഡിയോ എടുക്കാൻ വളരെയധികം സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോ ലേറ്റായി വരുന്നത്. ഇനിയും പുതിയ പുതിയ വിഷയങ്ങൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ പകുതി ആക്കി നിർത്തിയിരിക്കുകയാണ്. ഇനി അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി തൊട്ട് തുടർച്ചയായിട്ട് ഒരു ദിവസം ഒന്നിരാടം ഒരു ദിവസം വീഡിയോ എഡിറ്റ് ചെയ്യുക, പിറ്റേന്ന് ഈ രീതിയിൽ നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നുണ്ട്, ആരും ലൈക്ക് ചെയ്യാതെയാണ് പോകുന്നത്. കുഴപ്പമില്ല, നിങ്ങളുടെ മനസ്സിന്റെ രീതിയിൽ നിങ്ങൾ ചെയ്യുക. താങ്ക് യു. അപ്പൊ എന്റെ ധർമ്മം നിങ്ങൾക്ക് നല്ല നല്ല അറിവുകൾ പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. താങ്ക് യു. ബൈ.